ഹലോ ഫ്രണ്ട്സ്, മല്ലു ടിപ്സ് ആൻഡ് തോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങാതെ തന്നെ പഞ്ചായത്ത് സേവനങ്ങളെല്ലാം വീട്ടിലിരുന്ന് എങ്ങനെ ലഭ്യമാക്കാം എന്നതിനെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നതിനൊപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സംസ്ഥാനത്തെ പഞ്ചായത്ത് ഓഫീസുകളിൽ സേവനങ്ങളെല്ലാം ഓൺലൈൻ ആവുകയാണ്. ഇതോടെ സേവനങ്ങൾ വൈകുന്നു എന്ന ആക്ഷേപത്തിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഗവേണൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ ILGMS നടപ്പാക്കുന്നതിൻ്റെ തിരക്കിലാണ് പഞ്ചായത്തുകൾ. 2020 സെപ്റ്റംബറിൽ 154 പഞ്ചായത്തിലും 2021 155 പഞ്ചായത്തിലും ILGMS സജ്ജമാക്കിയിരുന്നു. സേവനങ്ങൾ ഓൺലൈൻ ആകുന്നതോടെ ലോകത്തെ എവിടെ നിന്നും ഉപഭോക്താക്കൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. മിക്ക പഞ്ചായത്തുകളും ഓൺലൈൻ സംവിധാനത്തിന്റെ പരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. തിരക്കേറുന്ന സമയത്ത് സേവനങ്ങൾ തടസ്സപ്പെടുന്നതായി കണ്ടെത്തിയതോടെ സെർവറുകൾ ശക്തിപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ആധാർ അധിഷ്ഠിതമാണ് ഈ സേവനങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കുന്നത്. അപേക്ഷകളും പരാതികളും വീട്ടിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവ ഉപയോഗിച്ച് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സമർപ്പിക്കാം. അപേക്ഷാ ഫീസും മറ്റു ഫീസുകളും ഓൺലൈനായി അടയ്ക്കാം. അപേക്ഷയിന്മേലുള്ള വിശദാംശങ്ങളും ഉപഭോക്താക്കൾക്ക് ഓൺലൈനായി തന്നെ അറിയാം. അപേക്ഷകൾ മുൻഗണനാക്രമം അനുസരിച്ച് തീർപ്പാക്കുന്നു എന്ന് ഉറപ്പാക്കാനും ഈ സംവിധാനം സഹായകരമാകും. അപേക്ഷകൾ മേശപ്പുറത്ത് കെട്ടിക്കിടക്കുന്നതും ഉദ്യോഗസ്ഥരുടെ അലംഭാവവും പുതിയ സംവിധാനം പരിഹരിക്കും. ഇടപാട് സമയം വേഗത്തിലാക്കാനും സംവിധാനം വഴിയൊരുക്കും. ഉദ്യോഗസ്ഥർക്കും പുതിയ പദ്ധതി നേട്ടമാകും. ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ജോലികൾ പൂർത്തീകരിക്കാനും അപേക്ഷകൾ തീർപ്പാക്കാനും സോഫ്റ്റ്വെയർ സഹായിക്കും. പദ്ധതിയുടെ ഭാഗമായി മൊബൈൽ ആപ്പ് പുറത്തിറക്കാനുള്ള പദ്ധതിയും അണിയറയിൽ നടക്കുന്നുണ്ട്. ഇത് പ്രാവർത്തികമായാൽ സേവനങ്ങളെല്ലാം തന്നെ മൊബൈലിലൂടെ ഉപഭോക്താക്കളിലെത്തും. സേവനങ്ങൾക്കായി www.citizen.lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.